മണലൂർ നിയോജക മണ്ഡലത്തിലെ ജനവിധി UDF ഹൈക്കോടതിയിലേക്ക്. മണലൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ 126 വോട്ടിന് പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഐക്യജനാധിപത്യ മുന്നണി നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് പരാതി ഉണ്ടായിരുന്നതായി UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് CC ശ്രീകുമാർ പറഞ്ഞു. 126 വോട്ടുകൾക്കാണ് UDF പിന്നിലുള്ളത്. പക്ഷേ 183 പോസ്റ്റൽ വോട്ട്, അതായത് 85 വയസ്സ് പൂർത്തീകരിച്ച ആളുകളുടെ വീട്ടിൽ പോയി ചെയ്യുന്ന വോട്ട്, അത് ഉദ്യോഗസ്ഥന്റെ അറ്റസ്റ്റേഷൻ കുറവുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥന്റെ നടപടിക്രമം കൊണ്ട് മാത്രം ഒരു 5 ഉദ്യോഗസ്ഥരുടെ കീഴിൽ 183 വോട്ടുകൾ അസാധുവായിരിക്കുകയാണെന്നും ആ അസാധു വോട്ട് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പോസ്റ്റൽ വോട്ട് റീകൗണ്ടിംഗ് എന്ന് പറഞ്ഞ് പരാതി ഉണ്ടായിരുന്നു. ഈ പരാതി റിട്ടേണിംഗ് ഓഫീസർ അംഗീകരിച്ചില്ലെന്നും അതുകൊണ്ട് UDF കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും CC ശ്രീകുമാർ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി വോട്ടെടുപ്പുമായി ബന്ധപ്പെടുത്തി പരാതി ഉണ്ടായിരുന്നു. പരാതി 126 വോട്ടിനാണ് ഐക്യജനാധിപത്യ മുന്നണി പിന്നിൽ നിൽക്കുന്നത്. പക്ഷേ 153 പോസ്റ്റൽ വോട്ട്, അതായത് 85 വയസ്സ് പൂർത്തീകരിച്ച ആളുകൾക്ക് വീട്ടിൽ പോയി ചെയ്യുന്ന വോട്ട്, അത് ഉദ്യോഗസ്ഥൻ്റെ അറ്റസ്റ്റേഷൻ കുറവുണ്ട്. ഉദ്യോഗസ്ഥൻ്റെ നടപടിക്രമം കൊണ്ട് മാത്രം ഒരു 5 ഉദ്യോഗസ്ഥരുടെ കീഴിൽ 173 വോട്ട് അസാധുവായിരിക്കുകയാണ്. ആ അസാധു വോട്ട് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞു. പോസ്റ്റൽ വോട്ട് റീകൗണ്ട് നടത്തണമെന്ന് പറഞ്ഞ് പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയുടെ മുകളിൽ ആരോ അംഗീകരിച്ചിട്ടില്ല. അതിൽ ഞങ്ങൾ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കും.